നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഡിസംബർ 9-നും ഡിസംബർ 11-നും 2 ഘട്ടമായി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും പോളിംഗ്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങി. വോട്ടെടുപ്പ് 2 ഘട്ടങ്ങളായി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഡിസംബർ 9-നും തൃശൂർ മുതൽ കാസർഗോഡ് വരെ ഡിസംബർ 11-നും വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന്. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. വോട്ടെടുപ്പ് ദിവസം എല്ലാ സർക്കാർ ജീവനക്കാർക്കും അവധി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സര ചിത്രം തെളിഞ്ഞു. 93 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച LDF. 70 സീറ്റുകളിൽ CPM മത്സരിക്കും. 31 സീറ്റുകളിൽ ഘടകകക്ഷികൾ. 8 സീറ്റിൽ പ്രഖ്യാപനം പിന്നീട്. മേയർ ആര്യ രാജേന്ദ്രൻ പട്ടികയിലില്ല. കോഴിക്കോട് കോർപ്പറേഷനിലെ 22 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. PM ശ്രീ പദ്ധതി മരവിപ്പിക്കാനിടയായ സാഹചര്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ ധരിപ്പിച്ച് മന്ത്രി വി ശിവൻകുട്ടി. രേഖാമൂലം പിന്നീട് മറുപടി നൽകുമെന്നും മന്ത്രി. SSK ഫണ്ടുമായി ബന്ധപ്പെട്ട് ലഭിക്കാനുള്ള 1066 കോടി രൂപ ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഗണഗീതം പാടിപ്പിച്ച സംഭവത്തിൽ അടിയന്തര നടപടിക്കായി കത്ത് നൽകിയെന്നും ശിവൻകുട്ടി. കൊച്ചി തമ്മനത്തെ വാട്ടർ ടാങ്ക് തകർച്ചയിൽ കോർപ്പറേഷൻ പരിധിയിൽ ഭാഗികമായി ജലവിതരണം മുടങ്ങി. പമ്പിംഗ് പുനരാരംഭിക്കാൻ 2 ദിവസം എടുക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി. ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കും. ജല അതോറിറ്റിയുടെ ഫീഡർ ടാങ്കിന്റെ ഭിത്തി തകർന്നത് പുലർച്ചെ. 12.5 ലക്ഷത്തിന്റെ നാശനഷ്ടമെന്ന പ്രാഥമിക കണക്ക്. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കും. തെക്കൻ കേരള തീരത്തിന് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടു. തെക്കൻ മധ്യ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ആവേശമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു. ഡിസംബർ 9, 11 തീയതികളിലായി 2 ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ്. ഡിസംബർ 13-ന് വോട്ടെണ്ണൽ നടക്കും. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനാണ് പ്രഖ്യാപനം നടത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകൾ 1-ാം ഘട്ടത്തിൽ ഡിസംബർ 9-ന് ബൂത്തിലേക്ക് പോകും. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 2-ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ 21. 2 ഘട്ടമായിട്ടാണ് ഇത്തവണ പോളിംഗ് നടത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 2025 ഡിസംബർ 9 ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 7 ജില്ലകളിൽ 2025 ഡിസംബർ 11 വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ്. ഡിസംബർ 9-നും ഡിസംബർ 11-നും 2 ഘട്ടമായി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും പോളിംഗ്. വോട്ടെണ്ണൽ നടത്തുന്നത് കൌണ്ടിംഗ് 2025 ഡിസംബർ 13 ശനിയാഴ്ചയാണ്. തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി 2025 ഡിസംബർ 18. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനവും വരണാധികാരി പുറപ്പെടുവിക്കുന്ന തെരഞ്ഞെടുപ്പ് നോട്ടീസ് പരസ്യപ്പെടുത്തലും 2025 നവംബർ 14 വെള്ളി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2025 നവംബർ 21 വെള്ളി. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന സ്ക്രൂട്ടിനി 2025 നവംബർ 22 ശനി. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി, വിഡ്രോവലിനുള്ള അവസാന തീയതി 2025 നവംബർ 24 തിങ്കൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തിടുക്കത്തിലാണ് മുന്നണികൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സര ചിത്രം തെളിഞ്ഞു. 93 സീറ്റുകളിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 70 സീറ്റുകളിൽ CPM മത്സരിക്കും. 31 സീറ്റുകളിൽ ഘടകകക്ഷികളായിരിക്കും മത്സരിക്കുക. 8 സീറ്റിൽ പ്രഖ്യാപനം പിന്നീടുണ്ടാകും. മേയർ ആര്യ രാജേന്ദ്രൻ പട്ടികയിലില്ല. 93 സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ ഇപ്പോ LDF പ്രഖ്യാപിക്കപ്പെടുന്നത്. ബാക്കിയുള്ള 8 സീറ്റുകളെ സംബന്ധിച്ച് ഘടകകക്ഷികളും
ആയിട്ടുള്ള ചർച്ച പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. നാളത്തേക്ക് ആ 8 കൂടി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ 101 സ്ഥാനങ്ങളിൽ പേരുടേതാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്നത്. ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഞങ്ങൾ ചർച്ച ചെയ്തെടുത്തിട്ടുള്ളത് CPI 17 സീറ്റുകളിലാവും മത്സരിക്കുക. ജനതാദൾ എസ് 2 സീറ്റിലായിരിക്കും മത്സരിക്കുക. കേരള കോൺഗ്രസ് M 3 സീറ്റിലായിരിക്കും മത്സരിക്കുക. RJD 3 സീറ്റിലായിരിക്കും മത്സരിക്കുക. INL 1 സീറ്റിലും കോൺഗ്രസ് S 1 സീറ്റിലും NCP 1 സീറ്റിലും കേരള കോൺഗ്രസ് B 1 സീറ്റിലും ജനാധിപത്യ കേരള കോൺഗ്രസ് 1 സീറ്റിലും. കോഴിക്കോട് കോർപ്പറേഷനിലെ 22 സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. 12-ാം തീയതി മറ്റ് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. അതേസമയം UDF ക്യാമ്പിന്റെ നീക്കം അറിഞ്ഞ് സർപ്രൈസ് സ്ഥാനാർത്ഥികളുമായി കളം പിടിക്കാനൊരുങ്ങുകയാണ് LDF. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ 14 ഡിവിഷനുകളിൽ 7 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് 1 മണിക്കൂറിനകമാണ് കോൺഗ്രസ് 22 സ്ഥാനാർത്ഥികളെ കോർപ്പറേഷനിലേക്ക് പ്രഖ്യാപിച്ചത്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള രമേശ് ചെന്നിത്തല നേരിട്ടെത്തിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇനി 12-ന് KPCC യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുന്ന പട്ടികയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളും ഉണ്ടാകുമെന്ന് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസ് UDF ഒരു വൻതോതിലുള്ള മുന്നൊരുക്കം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷൻ തിരിച്ചു പിടിക്കണമെന്നുള്ള വാശി എല്ലാ പ്രവർത്തകരിലും ജനങ്ങളിലുമുണ്ട്. സംവിധായകൻ VM വിനു ഉൾപ്പെടെയുള്ളവരുമായി സ്ഥാനാർത്ഥിയാവുന്നതിന് DCC ചർച്ചകൾ നടത്തുന്നുണ്ട്. കോഴിക്കോട്ടെത്തിയ ചെന്നിത്തല സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ നേരിൽ കണ്ട് തെരഞ്ഞെടുപ്പിൽ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതേസമയം DCCയിൽ ചർച്ചകൾ നടക്കുന്നതിനിടെ ചാലപ്പുറം സീറ്റ് CMPയിൽ നിന്ന് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം പ്രസിഡന്റ് M അയ്യൂബിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ രാജിയും പ്രതിഷേധവുമായി എത്തിയത് നാടകീയ രംഗങ്ങൾക്കിടയാക്കി. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്റെ പരാതി ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, അത് അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ശേഷം ഞാൻ നിങ്ങളെ കാണും. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്നും ഘടകകക്ഷികളെ പരിഗണിക്കാതിരിക്കാനാവില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസിന്റെ തന്നെ നടക്കാവ് കൗൺസിലറായിരുന്ന അൽഫോൻസ് രാജിവെച്ച് ആം ആദ്മിയിൽ ചേർന്നതും ചർച്ചയായിട്ടുണ്ട്. നിലവിലെ ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ്, MLA A പ്രദീപ് കുമാറിന്റെ മകൾ അമിത പ്രദീപ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് ഇടത് ക്യാമ്പിൽ സജീവം. UDF സ്ഥാനാർത്ഥി പട്ടികയനുസരിച്ച് സർപ്രൈസ് സ്ഥാനാർത്ഥികളും ഉണ്ടായേക്കും. 2015 1 സീറ്റ് പോലും ഇല്ലാതിരുന്ന BJP 2020 7 സീറ്റുകൾ നേടിയത് K സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ്. BJP രണ്ടാമതെത്തിയ വാർഡുകൾ കേന്ദ്രീകരിച്ച് കൗൺസിലർമാരുടെ അംഗബലം കൂട്ടാൻ K സുരേന്ദ്രൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്നത്. ദിവസങ്ങൾക്കകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടെ കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയും. അമൃത ന്യൂസ്, കോഴിക്കോട്. തീയതി പ്രഖ്യാപിച്ചതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അംഗത്തിനായി പ്രവർത്തനങ്ങൾ സജീവമാക്കുകയാണ് മുന്നണികൾ. അവകാശവാദങ്ങളും വാദപ്രതിവാദങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. LDF ഒന്നാകെ തെരഞ്ഞെടുപ്പിനൊരുങ്ങിയെന്നും പൂർണ്ണ സജ്ജമെന്നുമായിരുന്നു CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെയും LDF കൺവീനർ TP രാമകൃഷ്ണന്റെയും പ്രതികരണം. CPIM മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പൂർണ്ണമായിട്ടൊരുങ്ങിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അണിനിരക്കും. UDF ഉജ്ജ്വല വിജയം നേടുമെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പ്രതികരിച്ചപ്പോൾ അയ്യപ്പൻ UDFന് അനുകൂലമായി തീരുമാനമെടുക്കുമെന്ന UDF കൺവീനർ അടൂർ പ്രകാശും പ്രതീക്ഷ പ്രകടിപ്പിച്ചു. വളരെ നല്ല വിജയം കേരളത്തിലെ ജനങ്ങൾ UDFന് നൽകുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും. വിശ്വാസികൾ ഉണ്ടാക്കിയിട്ടുള്ള വേദന ചെറുതല്ല, ആ വേദന പ്രതിഫലിക്കും ഇനി വരാനിരിക്കുന്ന ആളുകളെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം. ശബരിമലയിൽ കൊള്ള നടത്തിയ ആളുകൾക്കാർക്കും അയ്യപ്പൻ ഒരിക്കലും അതിനനുകൂലമായി തീരുമാനിക്കില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വികസിത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്നും അഴിമതിരഹിത ഭരണമാണ് ലക്ഷ്യമെന്നുമായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. വികസനം, വികസിത കേരളം, വികസിത കോർപ്പറേഷൻ, വികസിത മുനിസിപ്പാലിറ്റി, വികസിത പഞ്ചായത്ത്, ഇത് സൃഷ്ടിക്കാൻ ഒരു അവസരമാണ്. കോൺഗ്രസിന് തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും സ്ഥാനാർത്ഥി നിർണയം, സീറ്റ് വിഭജനം, ഒരുക്കങ്ങൾ എന്നിവയിൽ UDF മുന്നിലെത്തിക്കഴിഞ്ഞതിൽ ആത്മവിശ്വാസത്തിലാണ് തങ്ങളെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും പൂർണ്ണമായിട്ടും ഒരുങ്ങിയിട്ടുണ്ട് തികഞ്ഞ വിജയപ്രതീക്ഷയോടെ. ഞങ്ങൾ ടീം UDF ആയി
ഇന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. ജനങ്ങൾ ഞങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം സമ്മാനിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ ആ വിജയ പ്രതീക്ഷയിലാണ്. നന്നായി വർക്ക് ചെയ്യും. മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഞങ്ങൾ എല്ലാ മുന്നണികളെക്കാൾ മുൻപന്തിയിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച മുന്നേറ്റമുണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഏത് സ്ഥാനത്തുള്ളവരെയും ഇറക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെയുണ്ട് കോർപ്പറേഷൻ. അതുകൊണ്ട് വളരെ ഫലപ്രദമായ സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരരംഗത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. LDF സുനിശ്ചിത വിജയമാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനെതിരെ ആരുമായും സഹകരിക്കുമെന്നായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. പിണറായി കേരളത്തിൽ അധികാരത്തിൽ ഇനി വന്നാൽ അത് വലിയ അപകടമാണ്. അതിന് എന്ത് ത്യാഗം ഞങ്ങൾ സഹിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയാകും തദ്ദേശ തെരഞ്ഞെടുപ്പെന്നാണ് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് പറഞ്ഞത്. UDF നല്ല നിലയിൽ വിജയിക്കും. പഴയ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുകയാണെന്ന് മുൻ MLA KS ശബരിനാഥനും പറഞ്ഞു. പഴയ ചില തെറ്റുകൾ തിരുത്തിക്കൊണ്ട് കോൺഗ്രസ് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരികയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം ജനങ്ങളുടെ മനസ്സിൽ കാണുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM കോൺഗ്രസ് സഖ്യമെന്ന ആരോപണമാണ് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉന്നയിച്ചത്. UDF ഇപ്പോൾ തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് LDFനെ സഹായിക്കാനുള്ള ഒരു നീക്കമാണ്. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത TV. PM ശ്രീ വിവാദങ്ങൾക്കിടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീ പദ്ധതി മരവിപ്പിക്കാനിടയായ സാഹചര്യം കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചുവെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നും രേഖാമൂലം പിന്നീട് മറുപടി നൽകുമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. SSK ഫണ്ടുമായി ബന്ധപ്പെട്ട് ലഭിക്കാനുള്ള 1066 കോടി രൂപ ഉടൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. 1066 കോടി 36 ലക്ഷം രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ കിട്ടാനുള്ളത്. സമഗ്ര ശിക്ഷ കേരളയുടെ കേന്ദ്ര വിഹിതമായി ലഭിക്കാനുള്ള 1066 കോടി 36 ലക്ഷം രൂപ ഒറ്റത്തവണയായി എത്രയും വേഗം അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിൽ അനുഭാവപൂർവമായ നിലപാടാണ് കേന്ദ്രമന്ത്രി സ്വീകരിച്ചത്. ഗണഗീത വിഷയം ഗൗരവമേറിയതെന്നും വിദ്യാലയങ്ങളുടെ മതേതര സ്വഭാവം തകർക്കുന്ന രീതി അംഗീകരിക്കാനാകില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുവേദികളിൽ സ്കൂൾ കുട്ടികളെ ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രത്യയശാസ്ത്ര പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത് അനുവദിക്കാനാവില്ല. ഇത് നമ്മുടെ ഭരണഘടനാപരമായ മതേതര തത്വങ്ങളുടെ കടുത്ത ലംഘനമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മതേതര സ്വഭാവം തകർക്കുന്ന ഇത്തരം നടപടികളെ ശക്തമായി അപലപിക്കുകയാണ്. സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാന് കത്ത് നൽകിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തി വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കത്തിലൂടെ ആവശ്യപ്പെട്ടു. PM ശ്രീ പദ്ധതി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കത്ത് കൈമാറുന്നതിലെ ഓരോ വാക്കും പാലിക്കപ്പെടുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പാലിക്കപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ കാണാമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഓരോ വാക്കും പാലിക്കപ്പെടും. പാലിക്കപ്പെടാത്ത പക്ഷം അപ്പോൾ കാണാം. ഓരോ വാക്കും പാലിക്കപ്പെടും. പാലിക്കപ്പെടാത്ത പക്ഷം അപ്പോൾ കാണാം. PM ശ്രീയിലെ CPI നിലപാടിൽ പ്രതികരിച്ച വിദ്യാഭ്യാസ മന്ത്രി ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കുമെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ മന്ത്രി ഇനി എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്നും ബിനോയ് വിശ്വം പറയുന്നത് ചോദ്യം ചെയ്യാനുള്ള ത്രാണിയും ശേഷിയും തനിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. CPI ഒക്കെ ഞങ്ങൾ വളരെ അടുപ്പം ഒരു മുന്നണിയില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ലേ, ഞങ്ങൾ രണ്ടും ചട്ടിയും കലവാകുമ്പോൾ തട്ടിമുട്ടിയൊക്കെ കിടക്കും. അത് പ്രശ്നമില്ല. ബിനോയ് പറയുന്ന കാര്യങ്ങളൊന്നും ചോദ്യം ചെയ്യാനുള്ള ത്രാണിയും ശേഷിയൊന്നും എനിക്കില്ല. അത് അങ്ങനെ ചെയ്യുന്നത് ശരിയില്ല. കൊച്ചി തമ്മനത്ത് ജലസംഭരണി തകർന്ന സംഭവത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഉന്നതതല യോഗം ചേർന്നു. മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ജില്ലാ കളക്ടർ, ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ, MLA-മാർ, MP തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തമ്മനത്തുണ്ടായ നാശനഷ്ടത്തിന്റെ പ്രാഥമിക കണക്ക് ജില്ലാ കളക്ടർ സമർപ്പിച്ചു. 12.5 ലക്ഷത്തിന്റെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നഗരത്തിൽ കുടിവെള്ള വിതരണം വൈകും. പമ്പിംഗ് നാളെ വൈകിട്ടോ മറ്റന്നാളോ മാത്രമേ പുനരാരംഭിക്കാനാകൂ എന്നും ജലമന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അവിടെ തന്നെ ഇതിൻ്റെ ഒരു പ്രതലം 2 പ്രതലത്തിലും വെള്ളം ഉണ്ടായിരുന്നു. ഇത് 2 കമ്പാർട്ട്മെൻ്റ് ഇടുന്ന സമയത്ത് ഒന്ന് ഒഴിവാക്കപ്പെട്ട സമയത്ത് പ്രഷർ മാനേജ്മെൻറ്റ് ഇതിൻ്റെ ഭിത്തിയെ എങ്ങനെ ബാധിക്കും അത് പഠിക്കുന്നതിനുള്ള റിപ്പോർട്ട് വരുന്നതിനോടൊപ്പം തന്നെ ഒരു സൈഡ് മണൽച്ചാക്കിട്ട് സ്ട്രെങ്തൻ ചെയ്ത് നമുക്ക് പമ്പിങ് ആരംഭിക്കുന്നതിനുള്ള സൗകര്യം ഇമ്മീഡിയറ്റായിട്ട് ചെയ്യുന്നതിനുള്ള സ്ഥിതിവിശേഷവും നോക്കും. അങ്ങനെയാണെങ്കിലും പ്രഷർ മാനേജ്മെൻറ്റ് അടിസ്ഥാനത്തിൽ ടൈലൻഡിലേക്ക് ചെല്ലുമ്പോൾ ചേരാനല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടാകാനുള്ള സാധ്യത പ്രാഥമികമായി വിലയിരുത്തിയിട്ടുണ്ട്.
അതിനൊരു പ്ലാൻ ബി ബേസിൽ എന്താണ് ചെയ്യാൻ കഴിയുന്ന വിഷയം കൂടി ഇതിനോടനുബന്ധമായി തന്നെ നോക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കലാണ് ഇപ്പം എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. തമ്മനത്ത് 40 വർഷത്തോളം പഴക്കമുള്ള ടാങ്കാണ് പുലർച്ചെ 2 മണിയോടെ തകർന്നത്. 20ഓളം വീടുകൾക്കും കുടുംബാരോഗ്യ കേന്ദ്രത്തിനും കേടുപാടുകൾ സംഭവിച്ചു. പ്രദേശത്തെ റോഡ് ഭാഗികമായി തകർന്നു. പുലർച്ചെ 2 മണിയോടെയാണ് തമ്മനത്ത് ഭീമൻ വാട്ടർ ടാങ്കിന്റെ ഭിത്തി ഇടിഞ്ഞു വീണത്. വെള്ളം ശക്തിയായി വീടുകളിലേക്ക് ഇരച്ചു കയറി. മതിലുകൾ തകർന്നു. 20ഓളം വീടുകളിൽ ചെളി നിറഞ്ഞു. ധാരാളം വീട്ടുപകരണങ്ങളും തകർന്നു. പ്രദേശത്തെ റോഡും ഭാഗികമായി തകർന്നു. 1,38,00,000 ലിറ്റർ വെള്ളമാണ് ടാങ്കിന്റെ സംഭരണശേഷി. അപകടം നടക്കുമ്പോൾ 80% വെള്ളമുണ്ടായിരുന്നു. ടാങ്കിന്റെ 2 ക്യാബിനുകളിൽ ഒരെണ്ണത്തിന്റെ ഭിത്തിയാണ് തകർന്നത്. ബലക്ഷയമോ മറ്റു പ്രശ്നങ്ങളോ മുൻപ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് വാർഡ് കൗൺസിലർ വ്യക്തമാക്കുന്നത്. കാലങ്ങളിൽ ഓവർഫ്ലോ അല്ലാതെ മറ്റുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതുപോലെ വിള്ളലോ അങ്ങനെ ആരും ശ്രദ്ധപ്പെട്ടിട്ടില്ല. തൃപ്പൂണിത്തുറ, പേട്ട, ചേരാനെല്ലൂർ അടക്കം നഗരത്തിലെ 30% ജലവിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട്. MLA-മാരായ ഉമാ തോമസ്, TJ വിനോദ് എന്നിവർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നമ്മുടെ ഇവിടെ സമീപവാസികൾക്കൊക്കെ അവരുടെ വീടുകളിലൊക്കെ വെള്ളം കയറി. രാത്രി 2 മണിക്കായതുകൊണ്ട് വലിയ അപകടം നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 2 വീലർ ഓട്ടോറിക്ഷ അടക്കം തള്ളിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആളുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും കിടക്കുകയായിരുന്നു എന്നുള്ളതുകൊണ്ട് ചെറിയൊരാശ്വാസം എന്ന് പറയാം. ഇവർ പുറത്തെങ്ങാനും ഇറങ്ങി നടക്കുമ്പോഴാണെങ്കിൽ ഇതിലും വലിയ അപകടം ചിലപ്പോൾ സംഭവിച്ചിരുന്നേനെ. 40 വർഷത്തിലധികം പഴക്കമുള്ള ടാങ്കാണ് തകർന്നത്. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്. വിവിധ സംഘടനകളും നാട്ടുകാരും കൂട്ടായി വീടുകൾ വൃത്തിയാക്കുന്ന പ്രവൃത്തികളും ഏറ്റെടുത്തു. ആളപായമില്ലാത്തത് മഹാഭാഗ്യം മാത്രം. ബലക്ഷയം കണ്ടെത്തുന്നതിലും മുൻകരുതലെടുക്കുന്നതിലും ആർക്കൊക്കെ വീഴ്ച പറ്റി, അതാണ് ഇനി അറിയേണ്ടത്. ക്യാമറാമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT ശ്രുതി, അമൃത ന്യൂസ്, കൊച്ചി. തെക്കൻ കേരളത്തിൽ മഴ കനക്കും. അറബിക്കടലിൽ പുതിയ ചക്രവാത ചുഴി രൂപപ്പെട്ടു. തെക്കൻ കേരള തീരത്തിന് സമീപത്തായാണ് ഈ പുതിയ ചുഴി രൂപം കൊണ്ടത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് ആയിരിക്കും. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ മേൽനോട്ട സമിതി പരിശോധന നടത്തി. ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായി നിയമിച്ച 7 അംഗ നിരീക്ഷണ സമിതിയാണ് പരിശോധനകൾ നടത്തിയത്. തേക്കടി ബോട്ട് ലാൻഡിംഗിൽ എത്തിയ സംഘം ബോട്ട് മാർഗം ഡാമിലെത്തിയാണ് വിവിധ പരിശോധനകൾ നടത്തിയത്. സംഘം പ്രധാന അണക്കെട്ട്, ബേബി ഡാം, സ്പിൽവേ, ഗാലറികൾ എന്നിവ പരിശോധിച്ചു. മധുരയിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി K. ജയകുമാറിനെ നിയമിച്ച സർക്കാർ ഉത്തരവിറക്കി. 2 വർഷത്തേക്കാണ് നിയമനം. മുൻ ചീഫ് സെക്രട്ടറിയായ ജയകുമാർ നിലവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് ഡയറക്ടറാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. കവി, ഗാനരചയിതാവ്, വിവർത്തകൻ, ചിത്രകാരൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും മികവ് കാഴ്ചവെച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ 2ാം പ്രതി മുരാരി ബാബു റിമാൻഡിൽ. കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് അന്വേഷണ സംഘം മുരാരി ബാബുവിനെ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയ ശേഷം പോലീസ് വാനിൽ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന കോടതി പരിസരത്തെത്തിച്ചെങ്കിലും പ്രതിയെ പുറത്തിറക്കിയില്ല. അന്വേഷണ സംഘം വൈദ്യപരിശോധനയുടെ വിവരങ്ങൾ പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ജസ്റ്റിസ് കാർത്തിക്കിന് മുന്നിൽ ഹാജരാക്കി. തുടർന്ന് ഗൂഗിൾ മീറ്റിലൂടെ പ്രതിഭാഗത്തെ കേട്ട ശേഷം മുരാരി ബാബുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് മജിസ്ട്രേറ്റ് ഉത്തരവായി. അന്വേഷണ സംഘം പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല. പ്രസവത്തിന് പിന്നാലെ അണുബാധയേറ്റു മരിച്ച കരിക്കകം സ്വദേശി ശിവപ്രിയയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. കഴിഞ്ഞ ദിവസം ചികിത്സയിലിരിക്കെയാണ് യുവതി മരിച്ചത്. കുടുംബം ആശുപത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ മന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഒക്ടോബർ 22-ാം തീയതിയാണ് ശിവപ്രിയ SAT ആശുപത്രിയിൽ 2ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നത്. 24-ാം തീയതി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. എന്നാൽ ആ സമയത്ത് തനിക്ക് പനിയുണ്ടായിരുന്ന വിവരം ശിവപ്രിയ ആശുപത്രി അധികൃതരെ അറിയിച്ചിരുന്നതായി കുടുംബാംഗങ്ങൾ പറയുന്നു. പനി കലശലായതോടെ 26-ാം തീയതി വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അണുബാധ സ്ഥിരീകരിക്കുകയും പിന്നീട് ശിവപ്രിയ മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. വലിയ പ്രതിഷേധമാണ് ആശുപത്രി അധികൃതർക്കെതിരെ ഉണ്ടായത്. കുടുംബാംഗങ്ങളുടെ ആവശ്യപ്രകാരം ഇന്ന് RDOയുടെ സാന്നിധ്യത്തിൽ ശിവപ്രിയയുടെ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി.
ശിവപ്രിയയുടെ മരണത്തിൽ 2 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷണത്തിന് വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡോക്ടർമാരുടെ ചർച്ചയ്ക്ക് ശേഷം പ്രതിനിധി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം 22 എണ്ണവും അസോസിയേറ്റ് പ്രൊഫസർ പോസ്റ്റ് 22 എണ്ണം. അപ്പോൾ അത് ഏതൊക്കെ കോളേജിൽ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് ഓർഡർ ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരുടെ പോസ്റ്റുകളില്ല. അപ്പോൾ അതിലും ഞങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു റെക്കമെൻഡേഷൻ കൊടുത്തു. അപ്പോൾ മിനിസ്റ്റർ ഉടനെ തന്നെ അടുത്ത അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോസ്റ്റുകളുടെയും ബാക്കി പോസ്റ്റുകളുടെയും പ്രൊപ്പോസൽ എത്രയും പെട്ടെന്ന് സമർപ്പിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എൻട്രി കേഡറിൻ്റെ പേ ഡ്രോപ്പും അതുപോലെ തന്നെ അവരുടെ പ്രൊമോഷനിലെ ഡ്യൂറേഷൻ കൂട്ടിയ കാര്യവും. അപ്പോൾ ഇത് രണ്ടും ഫൈനാൻസിലേക്ക് ഇവിടുന്ന് 2 ദിവസത്തിനകം തന്നെ ഫയല് മൂവ് ചെയ്യുന്നതാണ്. ഉടനെ തന്നെ അവിടെ എത്തിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ മൂന്നാമത് സാലറി അരിയേഴ്സിൻ്റെ കാര്യവും അത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫോർ ഹെൽത്തിനെ അത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് സ്ട്രോങ് ആയിട്ട് അവർ സംസാരിക്കാം. അതുപോലെ ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടും ഒരു മീറ്റിംഗ് നോക്കാം എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടൊരു മിനിറ്റഡ് മീറ്റിംഗാണ് ആവശ്യപ്പെട്ടത്. കാരണം ഹെൽത്തിൽ നിന്ന് പോസിറ്റീവായിട്ടാണ് മിക്കവാറും എല്ലായ്പ്പോഴും ഫയലുകൾ പോവുക. പക്ഷേ ഫൈനാൻസിലെത്തുമ്പോഴാണ് തീരുമാനം ഉണ്ടാകാതിരിക്കുക. ഈ 2022 പോയ ഫയലിലാണ് ഇതുവരെ തീരുമാനം ആകാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹെൽത്തിന് മാത്രമായിട്ട് അതിലൊരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഫൈനാൻസുമായിട്ട് തന്നെ ഒരു മിനിറ്റഡ് മീറ്റിംഗ് വേണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊരു ടൈം ഫ്രെയിം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഫൈനാൻസിൽ നിന്ന് അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായി. അതിൽ ഞങ്ങൾക്കൊരു ഉറപ്പ്, അതായത് ഒരു ഓർഡറോ ഉറപ്പോ എങ്ങനെ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ഈ സമരപരിപാടികളെ നിന്നും മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. ആസ് ഓഫ് നൗ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോസിറ്റീവായിട്ട് ഹെൽത്ത് മിനിസ്റ്റർ ഇടപെട്ടു, അത് നല്ല കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് റിട്ടേൺ ആയിട്ടുള്ള ഒരു ഉറപ്പോ ഫൈനാൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉറപ്പോ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ സമരം തുടർന്നു പോകാനാണ് തീരുമാനം. ഫൈനാൻസിൽ നിന്ന് ഇതിനിടയിൽ ഒരു മീറ്റിംഗ് ഉണ്ടാവുകയോ അപ്പോൾ അതിൽ ഞങ്ങൾക്കൊരു ഉറപ്പ് നൽകുകയോ ചെയ്താൽ മാത്രമേ ഞങ്ങൾ സമരപരിപാടികളിൽ എന്തെങ്കിലും ഒരു ഓൾട്ടറേഷൻ ചിന്തിക്കുന്നുള്ളൂ. 13-ാം തീയതി പണിമുടക്ക് ഉണ്ട്. അതെ, അതിൽ മാറ്റമില്ല. ജൂലൈ 1 മുതൽ ആരംഭിച്ച സമരമാണ്. അതെ. അല്ല, അതുകൊണ്ടാണ് അതെ ഇപ്പോഴാണ്. അപ്പോൾ ഇത്രയും ടൈം ഫ്രെയിം, അതായത് വർഷങ്ങളുടെ ടൈം ഫ്രെയിം കഴിഞ്ഞു. സമരം തുടങ്ങിയിട്ട് 4 മാസത്തിൽ കൂടുതലായി. പക്ഷേ ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചു. വളരെ പോസിറ്റീവായിട്ട് 2 ദിവസത്തിനകം എൻട്രി കേഡറിൻ്റെ അയക്കാം, സാലറി അരിയറിൻ്റെ ഒക്കെ ഫോളോ അപ്പ് ചെയ്യാം എന്നുള്ളത് മിനിസ്റ്റർ ഉറപ്പ് തന്നിരിക്കുകയാണ് ചർച്ചയിൽ. പക്ഷേ അത് ഫൈനാൻസിൻ്റെ ഭാഗത്തുനിന്നും തന്നെ ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടണം. ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ. 13-ന് സമ്പൂർണ്ണ ഒപ്പി ബഹിഷ്കരണമാണോ നിലവിൽ തുടരുന്നത് പോലെ ഒപ്പി ബഹിഷ്കരണം? അല്ല, ഞങ്ങൾ സമ്പൂർണ്ണ ബഹിഷ്കരണമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇലക്റ്റീവ് കേസസ് ഉൾപ്പെടെ ഉള്ള ബഹിഷ്കരണമാണ് ഞങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് 13-ന്. അപ്പോൾ അതിൽ നിന്ന് ആസ് ഓഫ് നൗ നമ്മൾ മാറാനായിട്ടുള്ള തീരുമാനമില്ല. എമർജൻസി വിഭാഗം പ്രവർത്തിക്കും. എമർജൻസി, ലേബർ റൂം, ICUs. പിന്നെ നമ്മൾ കിടത്തിയിരിക്കുന്ന പുതിയ അഡ്മിഷൻസ് OP വഴി ഉണ്ടാവില്ല, കാഷ്വാലിറ്റി വഴിയുള്ള അഡ്മിഷൻസ് ആയിരിക്കും ഉണ്ടാവുക. സമ്പൂർണ്ണമായിട്ടുള്ളൊരു പണിമുടക്കിലേക്ക് തന്നെയാണ് തീരുമാനം. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം, അത് ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഡോക്ടർമാരുടെ പ്രതിനിധി സംസാരിക്കുകയായിരുന്നു. ഇനിയും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ഒരു ഉറപ്പ് പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. അത് പൂർണ്ണമായെങ്കിൽ ശേഷം മാത്രമേ ഈ സമരം നിർത്തുകയുള്ളൂ എന്നുള്ളതാണ് ഡോക്ടർ അറിയിച്ചിരിക്കുന്നത്. അതുവരെ 13-ാം തീയതിയാണ് അവർ പൂർണ്ണമായും ഒരു സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് എല്ലാ മേഖലയും ബാധിക്കുമെന്ന് തന്നെയാണ്, ആ ഒരു സൂചന തന്നെയാണ് ഡോക്ടർമാർ നൽകുന്നത്. ആതിര ചേരുകയാണ്. ആതിര, സമരവുമായി മുന്നോട്ട് അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അനുമതി ലഭിച്ചില്ല.
ആതിരയിലേക്ക് തിരിച്ചെത്താം. നമ്മൾ ആരോഗ്യമേഖലയെക്കുറിച്ച് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഒരു പ്രതികരണമുണ്ട്, അത് നമുക്ക് കേൾക്കാം. കേരളത്തിലെ ആരോഗ്യമേഖല ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ആശുപത്രികൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, അത് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദുഷ്പ്രചരണങ്ങൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. പിന്നെ ആശുപത്രിയിലൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. കേരളത്തിൻ്റെ ആരോഗ്യമേഖല എന്ന് പറഞ്ഞാൽ ലോകം പൊതുവിൽ ശ്രദ്ധിക്കുന്നതാണ്. ശിശുമരണ നിരക്ക് ഈ ഒരു സംസ്ഥാനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ പൊതു ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട ആളുകൾ പരിശോധിക്കുന്ന ഒരു അളവുകോലാണ്. അതിൽ നമ്മൾ ഏറ്റവും വികസിച്ച രാജ്യങ്ങളെക്കാളും മുമ്പിലാണ് കേരളം, അമേരിക്കയെക്കാളും മുമ്പിലാണ് കേരളം. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 5.6 മരണം അമേരിക്കയിൽ നടക്കുമ്പോൾ കേരളത്തിൽ 5 മാത്രമേ ഉള്ളൂ. 0.6 അമേരിക്കയെക്കാളും നമ്മൾ മുമ്പിലാണ്. അപ്പോൾ ഈ നേട്ടങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഇവിടെ ഉണ്ടാകും. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. തിരിച്ചറിയാൻ തക്ക പക്വതയും തിരിച്ചറിവും കേരളത്തിലെ വോട്ടർമാർക്കുണ്ട്. ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം അത് തുടരുമെന്ന് തന്നെയല്ലേ ആരോഗ്യമന്ത്രിയുടെ ചർച്ചയ്ക്ക് ശേഷവും മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ശ്രീജ, മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം തുടരും എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെ ഫിനാൻസ് മിനിസ്റ്ററുമായുള്ള ഒരു ചർച്ച അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആ ചർച്ചയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് സംബന്ധിച്ച് മാത്രമേ ഈ സമരം ഒരു അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയുള്ളൂ. നിലവിൽ ആരോഗ്യമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ അവരുടെ മിക്കവാറുമുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ പരിഹരിക്കാമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയിൽ നിന്നും ഒരു ഉറപ്പ് ലഭിച്ചെങ്കിലും അത് ഈ സാമ്പത്തികപരമായി ഫിനാൻസ് മിനിസ്റ്ററിലേക്ക് പോകുന്ന സമയത്താണ് അതിനൊരു സമവായം ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഫിനാൻസ് മിനിസ്റ്ററുമായുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ച നടത്താമെന്നൊരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഈ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകൂ എന്നുള്ളതാണ് നിലവിൽ അവരുടെ നിലപാട്. ഏതായാലും 13-ാം തീയതി സമ്പൂർണ്ണ പണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് അതുപോലെ തന്നെ തുടരുമെന്നാണ് നിലവിൽ ഡോക്ടർമാർ ഈ ചർച്ചയ്ക്ക് ശേഷം ഏതായാലും നൽകുന്ന സൂചന. ശരി ആതിര, എന്തായാലും പണിമുടക്കുമായി മുന്നോട്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ പ്രതികരണം വന്നിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരായ ആരോപണങ്ങൾ കനകൂലു സിദ്ധാന്തത്തിന്റെ ഭാഗമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചെറിയ പ്രശ്നങ്ങളെ ഊതി വീർപ്പിച്ച് വലുതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ഈ ആരോഗ്യമന്ത്രിക്ക് പാതിയിൽ വന്നിയാ നിങ്ങളിതെല്ലാം കനകൂലു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അതൊക്കെ തിരിച്ചറിയാൻ കഴിയാത്തവരാണ് ഞങ്ങൾ ഇന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് വേണ്ട. ഏത് ചെറിയ പ്രശ്നങ്ങളെയും ഊതി വീർപ്പിച്ച് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ പ്രചാരകരണം നടത്തണമെന്ന കനകൂലു സിദ്ധാന്തത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് VD സതീശൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരും പുറപ്പെട്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ കാര്യം. ഭീകരാക്രമണ പദ്ധതിയിൽ രാജ്യവ്യാപക പരിശോധന തുടരുന്നു. രാജ്യത്താകെ തീവ്രവാദ ബന്ധമുള്ള 7 പേരെ അറസ്റ്റ് ചെയ്തു. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ളവരാണ് അറസ്റ്റിലായത്. 2900 കിലോ സ്ഫോടക വസ്തുക്കളും പിടികൂടി. നേരത്തെ ഡൽഹി ഹരിയാന അതിർത്തിയിൽ വൻ ഭീകരാക്രമണ പദ്ധതി തകർത്തിരുന്നു. ജമ്മു കശ്മീരിൽ നിന്നുള്ള 2 ഡോക്ടർമാരാണ് ഫരീദാബാദിൽ പിടിയിലായത്. ഒരാളിൽ നിന്ന് 360 കിലോ അമോണിയം നൈട്രേറ്റും തോക്കുകളും പിടിച്ചെടുത്തു. ജമ്മു കാശ്മീർ പോലീസും ഹരിയാന പോലീസും സംയുക്തമായി നടത്തിയ നീക്കത്തിനൊടുവിലാണ് ജെയ്ഷെ മുഹമ്മദ് അനുയായികളായ 2 ഡോക്ടർമാരെ പിടികൂടിയത്. ഒരാളെ അംബാല റോഡിലെ സാഗരൻപൂരിൽ നിന്നും മറ്റൊരാളെ ഫരീദാബാദിൽ നിന്നുമാണ് പിടികൂടിയത്. ഫരീദാബാദിൽ നിന്നും പിടിയിലായ ഡോക്ടർ മുസമിൽ നിന്ന് 360 കിലോ അമോണിയം നൈട്രേറ്റ്, 2 തോക്കുകൾ, മറ്റായുധങ്ങൾ എന്നിവ പിടിച്ചെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഇയാളെ സംയുക്ത സേന പിടികൂടിയത്. ലോക്കറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ആയുധവും സ്ഫോടക വസ്തുക്കളും. മറ്റൊരു ഡോക്ടർ ആദിൽ അഹമ്മദിനെ സാഗരൻപൂരിൽ നിന്നാണ് പിടികൂടിയത്. 1 Carencop assault rifle with 3 magazines and 83 live rounds, 1 pistol with 8 live rounds, 2 empty cartridges, 2 एडिशनल मैगजीन्स. इसके अलावा 8 बड़े सूटकेसेस हैं, 4 छोटे सूटकेसेस हैं, प्लस 1 बकेट, जिनसे अप्रोक्सीमेटली 360 kg जो है इनफ्लेमेबल मटेरियल बरामद हुआ है, जो कि सस्पेक्टेड अमोनियम नाइट्रेट है. അനന്തനാഗിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് AK-47 തോക്കുകളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത്. എന്തായിരുന്നു ഭീകരരുടെ ലക്ഷ്യമെന്നറിയാൻ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നിലവിൽ ഇവർക്കെതിരെ UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. കാശ്മീർ താഴ്വരയിൽ ജെയ്ഷെ മുഹമ്മദ് അനുകൂല പോസ്റ്ററുകൾ ഇട്ടതിന്റെ പേരിൽ ആദിലിനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. ദേശീയ അന്വേഷണ ഏജൻസി വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്.
രാജ്യതലസ്ഥാനമായിരുന്നോ അതോ മറ്റേതെങ്കിലും പ്രദേശമായിരുന്നോ ഇവരുടെ ലക്ഷ്യമെന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. 4 വയസ്സുള്ള മകനുമായി സ്വകാര്യ ബസ്സിന് മുൻപിൽ ചാടി പിതാവിന്റെ ആത്മഹത്യാശ്രമം. ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടലിൽ രണ്ടുപേരും രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ 9:30 അടൂർ ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിന് സമീപമായിരുന്നു സംഭവം. രക്ഷപ്പെട്ടതിന് പിന്നാലെ പിതാവ് കുട്ടിയുമായി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിതാവിനെതിരെ അടൂർ പോലീസ് ആത്മഹത്യാശ്രമത്തിന് കേസെടുത്തു. മൂന്നാർ വട്ടവട റൂട്ടിൽ കാർ യാത്രികന്റെ സാഹസിക യാത്ര. മൂന്നാറിൽ നിന്ന് വട്ടവടയ്ക്കുള്ള യാത്രയിലാണ് അപകടകരമായ രീതിയിൽ യുവാവ് കാറിനുള്ളിൽ ശരീരത്തിന്റെ പകുതിയും പുറത്തേക്കിട്ട് യാത്ര ചെയ്തത്. കാറിന്റെ ഡോറിന് മുകളിൽ കയറിയിരുന്ന് യാത്ര ചെയ്ത ഇയാൾ മൊബൈൽ ഫോണിൽ വീഡിയോ ചിത്രീകരണവും നടത്തി. വിനോദസഞ്ചാരികളുടേതുൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്നതിനിടെയായിരുന്നു നിയമലംഘനം. മൂന്നാർ സന്ദർശനത്തിനെത്തുന്ന വാഹനയാത്രികർ നടത്തുന്ന നിയമലംഘനം അടുത്തിടെ വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ഗതാഗത വകുപ്പ് നിയമ നടപടി തുടരുന്നതിനിടെയാണ് ഇപ്പോൾ വീണ്ടും സാഹസിക യാത്ര. സ്വന്തമായി ബൈക്ക് ഉണ്ടാക്കി സ്വപ്ന ജോലി നേടിയിരിക്കുകയാണ് കൊച്ചി സ്വദേശിയായ 21-കാരൻ അതുൽ. 10ാം ക്ലാസ് മുതലുള്ള ആഗ്രഹമാണ് അതുൽ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ചിത്രകല പഠിപ്പിക്കുന്നതിലൂടെ ലഭിച്ച പണം കൊണ്ടാണ് ബൈക്കിന്റെ നിർമ്മാണം ആരംഭിച്ചത്. സ്വന്തമായി ഒരു ബൈക്ക് മിക്ക ചെറുപ്പക്കാരുടെയും ആഗ്രഹമാണ്. എന്നാൽ അത് സ്വന്തമായി ഉണ്ടാക്കണമെന്നതായിരുന്നു അതുലിന്റെ ആഗ്രഹം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹം 21ാം വയസ്സിൽ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. കളമശ്ശേരി പോളിടെക്നിക്കിൽ ഓട്ടോമൊബൈൽ ഡിപ്ലോമ ചെയ്തത് വഴിത്തിരിവായി. ബൈക്കിന്റെ മോഡലും മറ്റ് സാങ്കേതിക വശങ്ങളും തീരുമാനിച്ചതും പഠിക്കാൻ തുടങ്ങിയതും എല്ലാം ഇവിടെ വെച്ചാണ്. ചിത്രകലാ അധ്യാപകൻ കൂടിയായ അതുൽ ചിത്രകല പഠിപ്പിച്ച് കിട്ടിയ വരുമാനത്തിൽ നിന്നാണ് ബൈക്കിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എനിക്ക് ഇലക്ട്രിക് വണ്ടിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ടാണ് ഈ വണ്ടി ബിൽഡ് ചെയ്തേക്കണേ. ആദ്യം ഒരു ഡിസൈൻ ചെയ്തു. എന്നിട്ട് ആ ഡിസൈനിന് വേണ്ട കോമ്പോണൻസ് കുറച്ചായിട്ട് പർച്ചേസ് ചെയ്തിട്ടാണ് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ആദ്യം മേടിച്ച മോട്ടർ ഇതിന് റൈറ്റ് ആയിരുന്നില്ല. അപ്പോൾ കുറച്ച് കംപ്ലയിൻസ് ഒക്കെ വന്നു. ഞാൻ ഡിസൈൻ വരച്ചിട്ട് ഫ്രണ്ട്സിനൊക്കെ കാണിക്കും. എന്നിട്ട് അവരുടെ ഒരു ഒപ്പീനിയനും കൂടി നോക്കിയിട്ട് ഇത് കറക്റ്റാക്കി എടുത്തതാണ്. CAD അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ അറിയില്ല എന്നുകൊണ്ട് നമ്മൾ വരച്ചാണ് ചെയ്തത്. അപ്പോൾ അതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വണ്ടി ചെയ്തപ്പോൾ ഒരു 5-6 തവണ പൊളിച്ച് പണിയേണ്ടി വന്നിട്ടുണ്ട്. കൂടുതലും യൂട്യൂബ് നോക്കിയിട്ടാണ് നമ്മൾ നോക്കിയ സാധനമൊക്കെ നോക്കിയെടുത്തത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ പോലെ ഇത്ര വലിയ വണ്ടിയായിരുന്നില്ല, ചെറിയൊരു വണ്ടിയായിരുന്നു. അത് ഇലക്ട്രിക് റിക്ഷയുടെ മോട്ടറായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളത് ഉണ്ടാക്കിയിട്ട് ഓടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഹീറ്റ് ആവണ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി പിന്നെ ഹബ് മോട്ടറിലേക്ക് മാറി. 2024 ആരംഭിച്ച ബൈക്ക് നിർമ്മാണം 1 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. ഇതോടെ സ്വന്തമായൊരു ജോലിയും അതുലിന് തേടിയെത്തി. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു. കാരണം ഇത്രയും വില കൂടിയ ഒരു പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടായിരുന്നു വീട്ടുകാർക്ക്. വണ്ടി ഉണ്ടാക്കിയത് കണ്ടിട്ടാണ് ജോബിന് വിളിച്ചത്. അപ്പോൾ നമുക്ക് EVയെക്കുറിച്ച് ക്ലാസ് എടുക്കാനായിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ക്ലാസ് എടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് വർക്കിലേക്ക് ആക്കിയത്. 1,20,000 രൂപയാണ് നിർമ്മാണ ചെലവ്. 3 മണിക്കൂറിൽ ഫുൾ ചാർജ് ആകും. 50 കിലോമീറ്ററാണ് മൈലേജ്. വെൽക്കിൻ എന്നാണ് വണ്ടിക്ക് പേര് കൊടുത്തേക്കണത്. ഒരു ഷാഡോ എന്നുള്ളൊരു മീനിങ്. കാരണം വണ്ടി ഫുള്ള് ബ്ലാക്ക് ആയിട്ടാണ് ചെയ്തേക്കണത്. അപ്പോൾ സാധാരണക്കാരന് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ എളുപ്പത്തിലാണ് ചെയ്തേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻസ് വരുവാണെങ്കിൽ തന്നെ ലാൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഡിസ്പ്ലേയിൽ. അൾട്രാ വയലറ്റിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു ഡിസൈനിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ അതുലിന് ഇനിയും ബാക്കിയുണ്ട്. റോബോട്ടിക്സും EV വാഹനങ്ങളെക്കുറിച്ചുള്ള പഠനവും സ്വന്തം സംരംഭവും എല്ലാം മനസ്സിലുണ്ട്. അച്ഛൻ വിനോദ് കുമാർ, അമ്മ രശ്മി, സഹോദരി അതുല്യ, മുത്തശ്ശനും മുത്തശ്ശിയും അടങ്ങുന്നതാണ് അതുലിന്റെ കുടുംബം. അതുലിനെ പോലെ കലാകാരിയാണ് സഹോദരിയും. അവസരങ്ങളാണ് നമ്മുടെ യുവാക്കൾക്ക് ആവശ്യം. അവസരങ്ങൾ കിട്ടുമ്പോൾ അവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അതിനുദാഹരണമാണ് അതുൽ. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.
കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 2 സീറ്റ് വ്യത്യാസത്തിൽ LDF UDF ഭരണം മാറി മറിയുന്ന കാസർഗോഡ് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണയും പോരാട്ടം കനക്കും. നിലവിൽ UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ വാർഡ് അടക്കം പിടിച്ചെടുക്കുമെന്ന CPM പരസ്യ വെല്ലുവിളി ഉയർത്തുമ്പോൾ പുല്ലൂർ പെരിയയിൽ രാഷ്ട്രീയ ചൂടേറുകയാണ്. നിലവിൽ 17 വാർഡുകളുള്ള പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ UDF 9, LDF 7, BJP 1 എന്നിങ്ങനെയാണ് കക്ഷിനില. 1995 മുതൽ 2010 വരെ തുടർച്ചയായി CPM ഭരിച്ചിരുന്ന ഗ്രാമപഞ്ചായത്തിൽ പിന്നീട് ഇങ്ങോട്ട് ഭരണം 2-3 സീറ്റുകളുടെ വ്യത്യാസത്തിൽ മാറിമറിയാൻ തുടങ്ങി. കോൺഗ്രസിലെ CK അരവിന്ദാക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റായുള്ള ഭരണസമിതി ഗ്രാമപഞ്ചായത്തിലെ ഉൾനാടൻ റോഡുകളുടെ വികസനം, ടൗണുകളിൽ പൊതു ടോയ്ലറ്റ് സ്ഥാപിക്കൽ, ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായ കെട്ടിടം നിർമ്മിക്കൽ തുടങ്ങിയവ പ്രധാന വികസന നേട്ടമായി ചൂണ്ടിക്കാട്ടുകയാണ്. പഞ്ചായത്തിന്റെ ഏകദേശം ആസ്തിയിലുള്ള 95% റോഡുകളും ഗതാഗത യോഗ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് 5 വർഷക്കാലത്തെ ഏറ്റവും മികച്ച നേട്ടമായിട്ട് കാണുന്നത്. നമുക്ക് പൊതു ടോയ്ലറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ഉറവിട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് റിംഗ് കമ്പോസ്റ്റുകൾ എത്തിക്കാനും പൊതു ഇടങ്ങളിലെ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മിനി MCFകൾ അതുപോലെ തന്നെ ബോട്ടിൽ ബൂത്തുകൾ എന്നിവ സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ മേഖലയിലും വികസനം എത്തിച്ചുകൊണ്ടാണ് ഈ 5 വർഷ കാലയളവ് അവസാനിക്കുന്നത്. ഇടത് ശക്തി കേന്ദ്രമായിരുന്ന പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റാകാൻ സാധിച്ചതിന്റെ രാഷ്ട്രീയ കരുത്ത് അരവിന്ദാക്ഷനുണ്ട്. പഞ്ചായത്തിൽ ഭരണ തുടർച്ചയുണ്ടാക്കുവാനായി കഴിഞ്ഞ 3 മാസമായി UDF പ്രവർത്തനങ്ങൾ നടത്തി വരികയാണെന്നും നിലവിലുള്ള വാർഡുകൾ കൂടാതെ ചുരുങ്ങിയത് 2 എണ്ണമെങ്കിലും പിടിച്ചെടുക്കുമെന്നും കോൺഗ്രസ് നേതാവ് കൂടിയായ അരവിന്ദാക്ഷൻ പറഞ്ഞു. ഇപ്പോൾ നിലവിലുള്ള സീറ്റിൽ നിന്നും 2-3 സീറ്റുകൾ വീണ്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ കഴിഞ്ഞ 3 മാസം മുമ്പ് തന്നെ ഐക്യജനാധിപത്യ മുന്നണി ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കടുത്ത രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കാനിരിക്കുന്നതെന്നും നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രതിനിധാനം ചെയ്യുന്ന വാർഡുകളടക്കം പിടിച്ചെടുത്തുകൊണ്ട് LDF വിജയം ഉറപ്പാക്കുമെന്ന് CPM നേതാവ് കൂടിയായ വാർഡംഗം നാരായണൻ പറഞ്ഞു. ഷുവറായും നമുക്ക് പ്രാവശ്യം 12 സീറ്റ് ഷുവറായിട്ടും കിട്ടും. കൂടാതെ 2 സീറ്റും കൂടി നമ്മൾക്ക് ഉറപ്പായും നമ്മൾ പ്രവർത്തനത്തിന്റെ ഫലമായി കിട്ടും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് നമ്മളുള്ളത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ പഞ്ചായത്ത് ഓഫീസിന് പകരം പുതിയ കെട്ടിടമുണ്ടാക്കുന്ന കാര്യത്തിൽ UDF ഭരണസമിതി പിന്നോട്ടടിച്ചത് ജനങ്ങൾക്കും ജീവനക്കാർക്കും വലിയ ദുരിതം സൃഷ്ടിക്കുകയാണെന്നും കഴിഞ്ഞ 2 വർഷക്കാലം വെറുതെ കളഞ്ഞെന്നും പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് UDF ഭരണസമിതിക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞില്ലെന്നും ചൂണ്ടിക്കാട്ടി. പുല്ലൂർ പെരിയ പഞ്ചായത്തിനകത്ത് ഇപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കട വരാൻ പോയാൽ അത്രയും കൂടി സൗകര്യമില്ലാത്ത സ്ഥലത്താണ് നമ്മൾ കഴിഞ്ഞ 1.5 കൊല്ലമായി നമ്മൾ പ്രവർത്തിച്ചു വരുന്നത്. ഇരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കാര്യനിർവഹണത്തിന് പറ്റാത്ത ഒരു വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ. അംഗക്കളം ചൂടുപിടിച്ചു വരുന്ന പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ LDFന് 3000 വോട്ടിന്റെ ലീഡുണ്ട്. മുന്നേറ്റ പ്രതീക്ഷകളോടെ CPM വോട്ടിന്റെ കണക്കുകളടക്കം നിരത്തുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിയെന്ന ആത്മവിശ്വാസത്തോടെ ഭരണ തുടർച്ചയ്ക്കായി കളത്തിലിറങ്ങുകയാണ് UDF നേതൃത്വം. അമൃത ന്യൂസ്, കാസർഗോഡ്.